പുതിയ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേൽക്കാൻ പോവുകയാണ്. കൂടുതൽ ആളുകൾ നമ്മളോടൊപ്പം വിശേഷം പങ്കുവെക്കാനുണ്ട്. ഇപ്പോൾ സ്പീക്കറാകും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞ പി ശ്രീരാമകൃഷ്ണൻ ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. എത്രത്തോളം ആഹ്ലാദത്തിലാണ്? ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ്. ഇല്ല, അങ്ങനെ ആഹ്ലാദത്തിൻ്റെയും അമിതമായ സന്തോഷത്തിൻ്റെയും പ്രശ്നം ഉദിക്കുന്നില്ല. പാർട്ടി തരുന്ന ചുമതലകൾ ശരിക്കും പറഞ്ഞാൽ ഒരു 12 വയസ്സ് മുതൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പാർട്ടി നൽകുന്നൊരു പുതിയ ചുമതല, അതിൻ്റെ ഒരു ഉത്തരവാദിത്വവും അതിൻ്റെ അഭിമാനവും എന്നതിൽ കവിഞ്ഞ് അമിതമായ ആഹ്ലാദത്തിൻ്റെ പ്രശ്നമില്ല. കുടുംബം അങ്ങനെ എല്ലാവരും ഉണ്ടോ ഇന്ന് ചടങ്ങിൽ? അവരൊന്നും വന്നിട്ടില്ല. ഇന്ന് സത്യപ്രതിജ്ഞ ഇല്ലല്ലോ. സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3-ാം തീയതിയാണ്. 3-ാം തീയതി ആയിരിക്കും അവർ വരുന്നത്. സ്പീക്കർ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ മന്ത്രിമാർ എന്നതുപോലെയല്ല, കുറച്ചുകൂടെ സത്യസന്ധമായി കാര്യങ്ങൾ നിർവഹിക്കേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എങ്ങനെയുണ്ടാകും ആ കർത്തവ്യം നിർവഹിക്കുന്നതിലെ നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ജനാധിപത്യ മൂല്യങ്ങളുടെ ധാർമ്മികതയുണ്ട്. ആ ധാർമ്മികത സഭാവേദിയിൽ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ആളാണ് സ്പീക്കർ. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും അവരവരുടേതായ നിലപാടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള വാശിയാണെങ്കിൽ സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം ആ ഡിബേറ്റിങ്ങിനുള്ള സൗകര്യമൊരുക്കുക, പൊതുസമൂഹത്തിന് ഇതെല്ലാം വിലയിരുത്താനുള്ള സൗകര്യമൊരുക്കുക, അങ്ങനെ ജനാധിപത്യം കൊണ്ട് ഉദ്ദേശിക്കുന്ന സംവാദം യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആവശ്യമായ നിലയിൽ സൗകര്യപ്പെടുത്തുക എന്നതാണ് സ്പീക്കറുടെ പ്രധാന കടമ എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ജനങ്ങളാണ് നിശ്ചയിക്കേണ്ടത്. ഈ സംവാദവേദിയിലെ ഡിബേറ്റിംഗ് ഒരു പക്ഷേ പലപ്പോഴും നമുക്ക് തോന്നും ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ ഉന്നയിച്ചവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പോകുന്നില്ല. ഇത്ര ഒരു പൊതു സമൂഹമൊന്നും ഇല്ലാതെ പരസ്പരം ഇത്രയും ശക്തമായി പ്രസംഗിക്കുമ്പോൾ ഈ പ്രസംഗം കൊണ്ട് അപ്പുറത്ത് മാറുക ഇപ്പുറത്ത് മാറുക ചെയ്യില്ല. പക്ഷേ അത് എന്തിനു വേണ്ടിയാണ് പറയുന്നത്? അത് നമ്മുടെ കേരളത്തിലെ വോട്ടർമാർക്ക് വേണ്ടിയാണ്. അപ്പം അതിനുള്ള ഒരു സൗകര്യം ഭംഗിയായി ഒരുക്കുക എന്നുള്ളതാണ് സ്പീക്കറുടെ ദൗത്യം എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഏറ്റവും കടുത്ത പോരാട്ടം നേരിട്ടുകൊണ്ടാണ് താങ്കൾ പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് ഇത്തവണ വളരെ ശക്തമായ പോരാട്ടത്തിന് അവസാനം വിജയിച്ചു വന്നത്. എങ്ങനെയായിരുന്നു ആ മണ്ഡലത്തിലെ പോരാട്ടം ശക്തമാണെന്നും എൻ്റെ പരാജയം സംഭവിച്ചേക്കാൻ ഇടയുണ്ടെന്നും പ്രചരണങ്ങളൊക്കെ നടന്നെങ്കിലും അത്ഭുതകരമായ ഭൂരിപക്ഷമാണ് എനിക്ക് കിട്ടിയത്. ഏതാണ്ട് 16,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. ആ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഞാൻ ലീഡ് ചെയ്തു. UDFൻ്റെ ശക്തി കേന്ദ്രങ്ങളായ എല്ലാ പ്രദേശങ്ങളിലും ജനങ്ങൾ എനിക്ക് പിന്തുണ നൽകി. അപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് വിവിധ സംഘടനകൾ ഒരുപക്ഷെ എതിർത്ത് മത്സരിച്ചു. അതൊന്നും പരിഗണിക്കാതെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള വലിയൊരു പിന്തുണ പൊന്നാനി നൽകിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അതൊരു മതനിരപേക്ഷതയുടെ വിജയം കൂടിയാണ്. ആ വിജയത്തിന് മുന്നിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഏതായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ്.